തിരുവനന്തപുരത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്ത പാസഞ്ചർ ട്രെയിൻ, കൊല്ലത്തേക്കുള്ള പാസഞ്ചർ ട്രെയിൻ ഇപ്പം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കൊച്ചുവേളിയുടെ പുതിയ പേര് തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ എന്നാണ്. കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എയർപോർട്ടിൽ പോകാനും ശംഖുമുഖം ബീച്ചിൽ പോകാനും വെട്ടുകാട് ചർച്ചിൽ പോകാനും വേളി ടൂറിസ്റ്റ് വില്ലേജിൽ പോകാനും അതേപോലെ ലുലു മാളിൽ പോകാനുമൊക്കെ വളരെ സൗകര്യപ്രദമായിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ. അടുത്ത വേളി റെയിൽവേ സ്റ്റേഷനാണ്. വേളി റെയിൽവേ സ്റ്റേഷനോട് ചേർന്നിട്ടാണ് ISRO ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ സ്ഥിതി ചെയ്യുന്നത്. അവിടുത്തെ ജോലിക്കാർക്ക് ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ് വേളി റെയിൽവേ സ്റ്റേഷൻ. ഇതിനടുത്ത് തന്നെയാണ് ഓൾ സെയിൻറ്റ്സ് കോളേജും സ്ഥിതി ചെയ്യുന്നത്. അടുത്ത കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷനിലേക്ക് സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴക്കൂട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടെക്നോ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കഴക്കൂട്ടം. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ സിലിക്കൺ വാലി എന്ന് നമുക്ക് ഇതിനെ വിളിക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അധികം ദൂരമില്ല ടെക്നോ പാർക്കിലേക്ക് പോകാനായിട്ട്. അതുപോലെ കാര്യവട്ട ക്യാമ്പസിൽ പോകാനും ഇതിൻ്റെ അടുത്താണ്. ഈ FCയുടെ വലിയൊരു ഗോഡൗണും ഇവിടെ ഉണ്ട്. അടുത്ത് എത്തിച്ചേർന്നിരിക്കുന്നത് കണിയാപുരം റെയിൽവേ സ്റ്റേഷനിലാണ്. കണിയാപുരം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ കാണാൻ പറ്റുന്ന കാഴ്ചകൾ കഠിനംകുളം കായൽ കാണാം, പുത്തൻതോപ്പ് ബീച്ച് കാണാം. കഠിനംകുളം കായൽ എന്നൊക്കെ പറഞ്ഞാൽ വളരെയധികം ഭംഗിയുള്ള സ്ഥലമാണ്. അവിടെ പോകാനായിട്ട് ഇവിടെ ഇറങ്ങിയാൽ മതി. നമുക്ക് കണിയാപുരത്ത് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ രണ്ട് സ്ഥലത്തും നമുക്ക് പോകാനായിട്ട് കഴിയും. അടുത്ത മുരുക്കുംപുഴ റെയിൽവേ സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുരുക്കുംപുഴ ഇറങ്ങിയാലും നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകളുണ്ട്. ഒന്ന് വേട്ടുതറ ബീച്ചിൽ പോകാൻ പറ്റും. അതുപോലെ ഒരു ബേർഡ് സാങ്ച്വറി ഉണ്ട്, മുണ്ടൻകാട് ബേർഡ് സാങ്ച്വറി എന്നാണ് പറയുന്നത്. ഇതിൻ്റെ അടുത്ത നാഷണൽ ഹൈവേ എന്ന് എൻ്റർ ചെയ്യുന്നത് നമ്മൾ മംഗലപുരം എന്ന സ്ഥലത്താണ്. ഇവിടെ നിന്ന് അധികം ദൂരമില്ല മംഗലപുരത്തേക്ക്. അടുത്തത് പെരുങ്കുരി റെയിൽവേ സ്റ്റേഷനാണ്. ഒരു കുഞ്ഞ് റെയിൽവേ സ്റ്റേഷനാണ്. ഹിസ്റ്റോറിക്കായിട്ടുള്ള രാജരാജേശ്വരി ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് പെരുങ്കുരിയാണ്. അപ്പോൾ രാജരാജേശ്വരി ടെമ്പിളിൽ വരണമെന്നുണ്ടെങ്കിൽ പെരുങ്കുരി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ മതി. കൊച്ചു റെയിൽവേ സ്റ്റേഷനാണ്, വളരെ സൗകര്യങ്ങളൊന്നുമില്ല. പാസഞ്ചർ ട്രെയിൻ മാത്രമേ ഇവിടെ നിർത്താറുള്ളൂ. അടുത്ത് നമ്മൾ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയാൽ കാണാൻ പറ്റുന്ന കാഴ്ചകളെന്ന് പറയുന്നത് ഇതിനോട് തൊട്ട് ചേർന്നിട്ടാണ് ഫേമസ് ആയിട്ടുള്ള ശാർക്കര ദേവി ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ മുതലപ്പുഴി, അവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട് മുതലപ്പുഴി, എന്നാലും വണ്ടി കിട്ടും. മുതലപ്പുഴി കാണാൻ പോകാനായിട്ട് ഈ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ മതി. അടുത്ത് നമ്മൾ എത്തിക്കുന്നത് കടയ്ക്കാവൂർ റെയിൽവേ സ്റ്റേഷനാണ്. കടയ്ക്കാവൂർ റെയിൽവേ സ്റ്റേഷൻ തൊട്ട് ചേർന്ന് തന്നെയാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് 5 തെങ്ങിലേക്ക് നമുക്ക് ബസ് കിട്ടും. അതിൽ കൂടെ തന്നെ മുതലപ്പുഴയ്ക്കൊക്കെ പോകാൻ പറ്റും. 5 തെങ്ങ് കോട്ടയും 5 തെങ്ങ് ലൈറ്റ് ഹൗസും വളരെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള പ്ലേസാണ്. 5 തെങ്ങ് കലാപം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അടുത്ത കടയ്ക്കാവൂർ കഴിഞ്ഞ് അകത്തുമുറിയിലോട്ട് പ്രവേശിച്ചിരിക്കുകയാണ്. അകത്തുമുറി കൊച്ചു റെയിൽവേ സ്റ്റേഷനിലും കാഴ്ചകൾ ഇഷ്ടംപോലെ ഉണ്ട്. അവിടെ അകത്തുമുറി ലേക്കും ഗോൾഡൻ ഐലൻഡ് മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണെന്ന് പറയാം നമുക്ക്. ഗോൾഡൻ ഐലൻഡ് സന്ദർശനം, അകത്തുമുറി ലേക്കും കാണുന്നത്. അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി കഴിഞ്ഞാൽ ഈ 2 കാഴ്ചകളും നമുക്ക് കാണാൻ കഴിയും. കുറച്ച് ദൂരമേ ഉള്ളൂ അവിടെ നിന്ന്. അടുത്ത് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷനിലാണ്. വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ തൊട്ട് അടുത്തായിട്ടാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ മഹാസമാധി നിലകൊള്ളുന്നത്. അതുപോലെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ വരാൻ സാധ്യതയുള്ള വർക്കല ക്ലിഫ്, പിന്നെ വർക്കല ബീച്ച്, ബ്ലാക്ക് ബീച്ച്, ഇതെല്ലാം കൂടി ഒരു ദിവസം സന്ദർശിക്കാൻ പറ്റിയ സ്ഥലമാണ് വർക്കല. അതിന് വർക്കല റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ മതി. ഇവിടെ നിന്ന് അധികം ദൂരമില്ല ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനായിട്ട്. പിന്നെ വർക്കല തുരങ്കമുണ്ട്, അതും ഫേമസ് ആണ്. അടുത്ത ഇടവ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരികയാണ്. ഇടവ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ എന്തൊക്കെ കാഴ്ചകൾ കാണാം? ഇവിടെ പ്രധാനപ്പെട്ട കാഴ്ച ഇടവ ബീച്ചാണ്. ഇടവ ബീച്ചിന് നടന്ന് വേണമെങ്കിൽ നമുക്ക് ബ്ലാക്ക് ബീച്ച് വരെ പോകാൻ പറ്റും. അതാണ് ഇവിടുത്തെ പ്രധാന കാഴ്ച, ഇടവ ബീച്ച്. ധാരാളം മലയാള സിനിമകൾ ചിത്രീകരിച്ച സ്ഥലം കൂടെയാണ് ഇടവ ബീച്ച്.
അടുത്ത നമ്മൾ കാപ്പിൽ റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്നിരിക്കുകയാണ്. കാപ്പിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാലാണ് ധാരാളം കാഴ്ചകൾ കാണാവുന്നത്. കാപ്പിൽ ബീച്ച്, അത് വളരെ പ്രധാനപ്പെട്ടൊരു ബീച്ചാണിപ്പോൾ. അത് തന്നെ ഒരു ക്ലിഫുണ്ട്, കൊടി ക്ലിഫ് എന്നാണ് അറിയപ്പെടുന്നത്. ഇൻസ്റ്റാഗ്രാം റീലിലൊക്കെ ഇഷ്ടം പോലെ തവണ വന്നിട്ടുള്ള ഒരു സ്ഥലമാണ് കാപ്പിൽ ബീച്ച് എന്ന് പറയുന്നത്. അത് ആ ഡ്രോൺ ഷോട്ട്, അങ്ങനെ ഇഷ്ടംപോലെ വീഡിയോകളുണ്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള. അടുത്തത് പരവൂരാണ്. പരവൂർ റെയിൽവേ സ്റ്റേഷൻ, പരവൂർ ബീച്ച്, പരവൂർ ലേക്കുണ്ട്, നെടുങ്കോലം മാംഗ്രോവ് ഫോറസ്റ്റ് ഉണ്ട്, പരവൂർ ലേക്കിനോട് ചേർന്നിട്ടുള്ള പരവൂർ പൊഴിയുണ്ട്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളാണ്. അപ്പോൾ നമുക്ക് പരവൂർ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ കാഴ്ചകളൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. അടുത്ത മയ്യനാട് റെയിൽവേ സ്റ്റേഷനെ സമീപിക്കുകയാണ്. മയ്യനാട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ നമുക്ക് താന്നി ബീച്ചിൽ പോകാൻ എളുപ്പമാണ്. അതുപോലെ മുക്കം ബീച്ച്, പിന്നെ പുല്ലിച്ചിറപ്പള്ളി ഫേമസ് ആയിട്ടുള്ള ഈ 3 കാഴ്ചകളും കാണാനായിട്ട് മയ്യനാട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ മതി. ഇതാണ് മയ്യനാട് റെയിൽവേ സ്റ്റേഷൻ. 1-2 എക്സ്പ്രസ് ട്രെയിനുകളും പിന്നെ ബാക്കിയെല്ലാം പാസഞ്ചർ ട്രെയിനുകളാണ് ഇവിടെ നിർത്തുന്നത്. അടുത്തത് ഇരവിപുരം റെയിൽവേ സ്റ്റേഷനാണ്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു റെയിൽവേ ക്രോസ് ഉണ്ടായിരുന്നു. ആ ക്രോസിന് മേളിൽ കൂടെ ഇപ്പോൾ ഒരു പാലം വന്നിട്ടുണ്ട്. അപ്പം കൊല്ലത്തുനിന്ന് ഇരവിപുരത്ത് വരാനായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് സാധിക്കും. ഇരവിപുരം ബീച്ച് വളരെ ഫേമസ് ആണ്. ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ അകലെയായിട്ടാണ് ഇരവിപുരം ബീച്ച് ഉള്ളത്. ഏറ്റവും കൂടുതൽ കോസ്റ്റൽ ലൈനുള്ളൊരു ബീച്ചാണത്. 8 കിലോമീറ്ററാണ് ആ കോസ്റ്റൽ ലൈൻ. ഇതാണ് ആ പുതിയതായിട്ട് വന്ന പാലം. അടുത്ത നമ്മൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനെ സമീപിക്കുകയാണ്. വളരെ പുരാതനമായൊരു റെയിൽവേ സ്റ്റേഷനാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ. 1904 ഇതിനെ ചെന്നൈയുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യുന്നത്. അന്ന് മീറ്റർ ഗേജ് ആയിരുന്നു. തിരുവിതാംകൂർ രാജവംശമാണ് ഇത് പണികഴിപ്പിച്ചത് റെയിൽവേ സ്റ്റേഷനൊക്കെ. അതും കഴിഞ്ഞ് വളരെ നാൾ കഴിഞ്ഞിട്ടാണ് തിരുവനന്തപുരത്തേക്ക് ഈ റെയിൽവേ ലൈൻ നീട്ടിയത്. 1918 ഈ റെയിൽവേ ലൈൻ തിരുവനന്തപുരത്തേക്ക് നീട്ടുന്നത്. ഇന്ത്യയിലെ പ്ലാറ്റ്ഫോമിൻ്റെ നീളം നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പ്ലാറ്റ്ഫോമുകളിൽ 2ാം സ്ഥാനത്താണ് കൊല്ലത്തെ പ്ലാറ്റ്ഫോം. 1ാം സ്ഥാനത്തിരിക്കുന്ന ഹൂബ്ലിയാണ്. ഹൂബ്ലിയിൽ ഞാൻ പോയിട്ടുണ്ട്, റെയിൽവേ സ്റ്റേഷനിൽ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനെ സമീപിക്കുകയാണ്. കൊല്ലത്തും ധാരാളം കാഴ്ചകൾ കൊല്ലത്ത് കാണാനുണ്ട്. കൊല്ലത്തിറങ്ങി കഴിഞ്ഞ് അങ്ങനെ ഒരാഴ്ചത്തെ ഒരു മാസത്തെ ഒരു സീസൺ ടിക്കറ്റൊക്കെ എടുത്ത് വെച്ച് തിരുവനന്തപുരം കൊല്ലം തിരുവനന്തപുരം യാത്ര നടത്തിയാൽ ഇഷ്ടം പോലെ സ്ഥലങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും.